LDCയുടെ സിലബസിലെ ഒരു 5 മാർക്കിൻ്റെ സെക്ഷനാണ് ഈ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ നമുക്കറിയാം, അതും 5 മാർക്കിൻ്റെ വീതമുള്ള സെക്ഷനുകളാണ്. പക്ഷേ അതിനകത്തൊക്കെ കടല് പോലെ പഠിക്കാനുണ്ട്. എന്നാൽ സുപ്രധാന നിയമങ്ങളിലേക്ക് വരുമ്പോൾ ക്യാപ്സ്യൂൾ പോലെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കണ്ടൻറ്റ് മാത്രം നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങ് പഠിച്ചു പോയാൽ നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചെറിയൊരു ടോപ്പിക്കാണിത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലെ ഒരു ഭാഗമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന മുഴുവൻ കണ്ടൻറ്റും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ്സിലെ മുഴുവൻ കണ്ടൻറ്റും ഇന്ന് തന്നെ പഠിച്ചു പോവുക. ഇതിന് ശേഷം ഈ വീഡിയോ കൂടാതെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ, അല്ലെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ ഈ സുപ്രധാന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് വീഡിയോയുടെ അവസാനം എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയും. അതും കൂടെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മുഴുവൻ മാർക്കും മേടിക്കാൻ സാധിക്കും. 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്, 1 മാർക്ക് പോലും ഇട്ട് കളയരുത്, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽ, LDC പരീക്ഷ പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ളവർ നമ്മുടെ LDC കോഴ്സ് വാങ്ങിച്ചാൽ മതി. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഈ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി പറയുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ക്യാപ്സ്യൂൾ പോലെ ആ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ വീഡിയോയിലേക്ക് കിടക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മുടെ സുപ്രധാന നിയമങ്ങൾ എന്ന ഭാഗത്ത് PSC കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം. സുപ്രധാന നിയമങ്ങളിൽ നിന്ന് ഒരു 90% ചോദ്യം വരാൻ സാധ്യതയുള്ള ടോപ്പിക്ക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭാഗം ഇനി നമ്മളങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പറയുന്ന ഓരോ പോയിൻറ്റും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കളുടെ സംരക്ഷണം. ആരാണ് ഈ ഉപഭോക്താവ്? നമ്മളെല്ലാവരും ഉപഭോക്താക്കളല്ലേ? കടയിൽ പോയി സാധനമൊക്കെ മേടിക്കുന്ന, ചില സമയങ്ങളിൽ പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന നമ്മളെല്ലാവരും ഉപഭോക്താക്കൾ തന്നെയാണ്. പക്ഷേ നമ്മളെ അങ്ങനെ അങ്ങ് പറ്റിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചില അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് അതിന് വേണ്ടി കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും, അവരെ പറ്റിക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ളതെല്ലാം വിശദീകരിക്കുന്നത് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാണ്. ആദ്യമായിട്ട് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത് 1986-ലാണ്. 1986-ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. പിന്നീട് ഇത് 2019 ഇതിന് പകരമായിട്ട് പുതിയൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതാണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. മനസ്സിലാക്കി പോയാൽ മതി. ഒത്തിരി കാണാതെ പഠിക്കുന്ന സംഭവമൊന്നും ഇതിനകത്തില്ല. കാര്യങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാകുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ആദ്യമായിട്ട് വന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇതിനകത്താണ് ഉപഭോക്താവിൻ്റെ അവകാശവും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക നീതിന്യായ സംവിധാനങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. 86 ഉപഭോക്തൃ സംരക്ഷണ നിയമം. 3 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരമായി നിലവിൽ വന്നതാണ് 2019 നിയമം. അപ്പോൾ ഇത്രയും കാലം പഴക്കമുള്ള ഈ 86 നിയമത്തിന് പകരമായിട്ടാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഉപഭോക്തൃ പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും രീതികളും ഒക്കെ ഈ നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ചത് 1985-ലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം, 1 വർഷം മുമ്പാണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ചത് 1985. ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-ലാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24-ലാണ്. 86 ആണ് എന്ന് നമുക്കറിയാം. ഡിസംബർ 24 ഒന്ന് ഓർത്തിരിക്കുക. ഈ 2019 നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഡേറ്റുകളാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് 6, അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 9. അപ്പം ജൂലൈ 30 ലോകസഭ പാസാക്കി, അതുപോലെ 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസാക്കി, 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചു. 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു. അപ്പോൾ ഡേറ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ? ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 30-നാണ്. രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6, അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 9, 2019 ഓഗസ്റ്റ് 9. നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണെന്ന് ഓർത്തിരിക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്.
2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ഡയറക്ടർ ജനറൽക്കും ജില്ലാ കളക്ടർക്കുമാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ഡയറക്ടർ ജനറൽക്കും ജില്ലാ കളക്ടർക്കുമാണ്. 2019 നിയമം വഴി ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതി നൽകുവാനുള്ള അവസരം ലഭിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കുക. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. നമ്മളിപ്പുറത്ത് പഠിച്ചല്ലോ, ഇന്ത്യയിലെ ഉപഭോക്തൃ നിയമം നിലവിൽ വന്നത് 86 ഡിസംബർ 24 ആ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. ലോക ഉപഭോക്തൃ അവകാശ ദിനം ഏതെന്ന് ചോദിച്ചാൽ മാർച്ച് 15. ലോകത്താദ്യമായി ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് ഒരു നിയമം വേണമെന്ന് നിർദ്ദേശിച്ചത് ജോൺ എഫ് കെനഡിയാണ്. അത് 62 മാർച്ച് 15. അതുകൊണ്ടാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി മാർച്ച് 15 ആചരിക്കുന്നത്. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15, ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ഡിസംബർ 24 ഓർത്തിരിക്കുക. 2023 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയമാണ് എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ്. എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻ എന്നതാണ് 2023 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിൻ്റെ പ്രമേയമെന്ന് അറിഞ്ഞിരിക്കുക. 2019 ഉപഭോക്തൃ സംരക്ഷണ ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് റാം വിലാസ് പസ്വാനാണ്. 2019 ഉപഭോക്തൃ സംരക്ഷണ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് റാം വിലാസ് പസ്വാനാണെന്ന് ഓർത്തിരിക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 29. ഓർക്കുക, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഈ ഒരു നിയമത്തിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 29. സെക്ഷൻ 29 ആണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 29. 2019 ഈ നിയമത്തിൽ മധ്യസ്ഥത തർക്കപരിഹാര സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ് ഇ ദാഖിൽ എന്ന പോർട്ടൽ. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണ്. ഒന്നുകൂടെ പറയാം, ഇ ദാഖിൽ എന്ന പോർട്ടൽ. ഇ ദാഖിൽ എന്ന പോർട്ടൽ ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതി ഓൺലൈനായി ഫയൽ ചെയ്യുന്നതിനായി ഇന്ത്യൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആരംഭിച്ച പോർട്ടലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിയമത്തിലെ അധ്യായങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോ നിയമം പറയുമ്പോൾ നമ്മളതിലെ അധ്യായങ്ങൾ പഠിക്കുമല്ലോ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നോണം. ഒന്നാമത്തെ അധ്യായം എന്തായാലും പ്രാരംഭികം അല്ലെങ്കിൽ പ്രിലിമിനറിയാണ്. ഒന്നാമത്തെ അധ്യായം പ്രാരംഭികം. രണ്ടാമത്തെ അധ്യായം ഉപഭോക്തൃ സംരക്ഷണ സമിതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ സമിതികളാണ് അധ്യായം 2. ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ അധ്യായം 2. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അധ്യായം 3. ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അധ്യായം 4. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അധ്യായം 3. ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ആണെങ്കിൽ അധ്യായം 4. തർക്കപരിഹാര കമ്മീഷൻ 4. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അധ്യായം 3. മധ്യസ്ഥത അധ്യായം 5. 1-നും 10-നും ഇടയ്ക്ക് മധ്യത്തായിട്ട് വരുന്ന 5 ആണല്ലോ. സോ മധ്യസ്ഥത 5-ലാണ്. അധ്യായം 5 മധ്യസ്ഥത ഓർത്തിരിക്കാമല്ലോ. അധ്യായം 5 മധ്യസ്ഥത. അധ്യായം 6 ഉൽപ്പന്ന ബാധ്യത. ഉൽപ്പന്ന ബാധ്യതയുമായി ബന്ധപ്പെട്ട അധ്യായമാണ് അധ്യായം 6. കുറ്റങ്ങളും പിഴകളുമാണ് അധ്യായം 7. കുറ്റങ്ങളും പിഴകളും അധ്യായം 7. ഇഴയുക, കുറ്റം ചെയ്താൽ ജയിലിൽ കിടന്ന് ഇഴയാമെന്ന് ഓർത്ത് ഇഴയുക. 7 പിഴകളും കുറ്റങ്ങളും പിഴകളും കണക്ട് ചെയ്യാമല്ലോ. കുറ്റങ്ങളും പിഴകളും അധ്യായം 7. പിന്നെ പല വകയാണ്, മിസലേനിയസ് ആണ് അധ്യായം 8. അധ്യായം 8 മിസലേനിയസ്. അപ്പോൾ അധ്യായങ്ങളുടെ എണ്ണം 8, വകുപ്പുകളുടെ എണ്ണം 107. അധ്യായങ്ങളുടെ എണ്ണം 8, വകുപ്പുകളുടെ എണ്ണം 107. അധ്യായം 8 ആണെന്ന് ഓർത്താൽ വകുപ്പുകളുടെ എണ്ണം 107 7 ഒന്നും അക്കങ്ങൾ കൂട്ടിയാൽ 8 അല്ലേ. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അധ്യായങ്ങളുടെ എണ്ണം 8, വകുപ്പുകളുടെ എണ്ണം 107 ആണെന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 2(5) പരാതിക്കാരനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 2(5). സെക്ഷൻ 2(5) പരാതിക്കാരൻ. നിയമപ്രകാരം ഒരു പരാതിക്കാരൻ ഇനി പറയുന്നവരാകാം. പരാതിക്കാരൻ ആര് എന്നാണ് സെക്ഷൻ 2(5) നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഏതെങ്കിലും ഉപഭോക്താവ്, വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ. ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ
പ്രതിനിധിയോ കേന്ദ്ര അതോറിറ്റി ഒരു ഉപഭോക്താവ് ആകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാവ് ഇവരൊക്കെ പരാതിക്കാരനാകാം. അപ്പോൾ 2(5) പ്രകാരം സെക്ഷൻ 2(5) പ്രകാരം ആരൊക്കെയാണ് പരാതിക്കാരെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ പറയാം, മനസ്സിലാക്കി പോയാൽ മതി. ഏതെങ്കിലും ഉപഭോക്താവ്, വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ, ഒന്നോ അതിലധികമോ ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ കേന്ദ്ര അതോറിറ്റി, ഒരു ഉപഭോക്താവ് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ഇവരൊക്കെ പരാതിക്കാരനാണ്. സെക്ഷൻ 2(5) പ്രകാരം പരാതിക്കാരനാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, 2(5) പരാതിക്കാരാരൊക്കെയാണ് നിർവചിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 2(7) ഉപഭോക്താവിനെ പറ്റി നിർവചിച്ചിരിക്കുന്നത്. സെക്ഷൻ 2(7) വില കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലിഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ പെടുന്നു. അപ്പോൾ സെക്ഷൻ 2(7) ഉപഭോക്താവ്. സെക്ഷൻ 2(7) ഉപഭോക്താവ്, അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. വില കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലിഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ പെടുന്നു. അപ്പോൾ സാധനം മേടിക്കുന്ന എവിടെ നിന്നാണെങ്കിലും സാധനം മേടിച്ച ആ ഒരാൾ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അതാണ് ഉപഭോക്താവ്. പരീക്ഷയ്ക്ക് ഈ ഒരു വലിയ സെൻറ്റൻസ് വന്നാലും ഇത് 2(7) പറയുന്ന ഉപഭോക്താവാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. സെക്ഷൻ 2(7) ഉപഭോക്താവിനെ പറ്റി നിർവചിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി എന്നാൽ പുനർവിൽപ്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യത്തിനോ ആയി സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയെ ഉപഭോക്താവായി കണക്കാക്കുന്നതല്ല എന്നും ഓർത്തിരിക്കുക. കൂട്ടത്തിൽ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് താഴെ പറയുന്നത്. പ്രധാനപ്പെട്ടതാണ്, സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയുള്ള ചോദ്യങ്ങൾക്ക് ചോദിക്കാം. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ: മായം ചേർക്കുന്നത്, പൂഴ്ത്തിവെപ്പ്, ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത്, അമിതമായി വില ഈടാക്കുന്നത്, സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത്. ഇതൊക്കെ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. മായം ചേർക്കുന്നത്, പൂഴ്ത്തിവെപ്പ്, ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത്, അമിതമായി വില ഈടാക്കുന്നത്, സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത്. ഇതൊക്കെ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതിൻ്റെ സന്ദർഭങ്ങളാണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഉപഭോക്തൃ കോടതികൾ. 1986 നിയമപ്രകാരം ഉപഭോക്താവിന് ഉത്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഇനി ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനങ്ങളാണ് പറയാൻ പോകുന്നത്. അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു. ഉപഭോക്തൃ തർക്കത്തിലിടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുക. ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകൾ അഥവാ CDRC സ്ഥാപിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഉപഭോക്തൃ കോടതികൾ ഉപഭോക്താവിന് വേണ്ടി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഉപഭോക്തൃ കോടതികൾ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതിവേഗം നീതി ഉറപ്പുവരുത്തുന്നു. ഉപഭോക്തൃ തർക്കങ്ങളിൽപ്പെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുക. ദേശീയ, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അഥവാ CDRC സ്ഥാപിക്കുന്നതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നും ഈ കൂട്ടത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകൾ: ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. ഇവയാണ് ത്രിതല ഉപഭോക്തൃ കമ്മീഷനുകളെന്ന് പറയുന്നത്. 3 ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുണ്ട്, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. ഉപഭോക്താവിന് തർക്ക പരാതി നൽകാവുന്ന സന്ദർഭങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക.
വിവിധ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഇതൊക്കെ ഉപഭോക്താവിന് തർക്കപരാതികൾ നൽകാവുന്ന സന്ദർഭങ്ങളാണ് എന്നോർത്തിരിക്കുക. അതൊക്കെ നിങ്ങൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിലും ജനറൽ ആയിട്ടാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം. ഉപഭോക്താവിന് തർക്കപരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രൂപേണയൊക്കെ ചോദിക്കാം. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. വിവിധ സർക്കാരിതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഇതൊക്കെ ഉപഭോക്താവിന് തർക്കപരാതി നൽകാവുന്ന സന്ദർഭങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഇനി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഥവാ CDRCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 53, സെക്ഷൻ 53 ഓർക്കുക. സെക്ഷൻ 53 ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ്. 58 വകുപ്പ് പ്രകാരം ദേശീയ കമ്മീഷന് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷൻ്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീൽ അപേക്ഷ പരിഗണിക്കുന്നതിനുമുള്ള അധികാരമുണ്ട്. നേരത്തെ ഇത് 10 കോടിക്ക് മുകളിലായിരുന്നു, അത് മാറ്റി 2019 സംഭവം വന്നപ്പം. അപ്പോൾ അത് ഓർത്തോണം. 58 വകുപ്പ് പ്രകാരം ദേശീയ കമ്മീഷന് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷൻ്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീൽ അപേക്ഷ പരിഗണിക്കുന്നതിനുമുള്ള അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെയാണ് ദേശീയ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സ്ഥാപിച്ചത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ച വർഷം 1988 ആണ്. 1988 ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ രൂപീകരിച്ചത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഉപഭോക്തൃ ന്യായ ഭവനാണ് ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ്റെ ആസ്ഥാനം. നിലവിൽ 678 ജില്ലാ കമ്മീഷനുകളും 35 സംസ്ഥാന കമ്മീഷനുകളും NCRDRCയുടെ കീഴിലുണ്ട്. ഇപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ കീഴിൽ 678 ജില്ലാ കമ്മീഷനുകളും 35 സംസ്ഥാന കമ്മീഷനുകളും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 678 ജില്ലാ കമ്മീഷനുകളും 35 സംസ്ഥാന കമ്മീഷനുകളും നിലവിൽ NCDRCയുടെ കീഴിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാപനം മുഖേന ദേശീയ കമ്മീഷൻ്റെ പ്രാദേശിക ബെഞ്ചുകൾ ഉചിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് സ്ഥാപിക്കാവുന്നതാണ്. പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇതിൻ്റെ പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഓരോ പോയിന്റും പ്രധാനപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമനം നിർബന്ധമായും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കണം നടത്തേണ്ടത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമനം നിർബന്ധമായും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായിട്ട് ആലോചിച്ച് വേണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ടൊക്കെ വേണേൽ കൊടുക്കാം. അപ്പോൾ ഓർത്തോണം, കേന്ദ്ര ഗവൺമെൻറ് ഈ നിയമനം നിർബന്ധമായും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കണം നടത്തേണ്ടത്. പ്രസിഡൻ്റായിട്ട് ഉള്ളത് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള വ്യക്തിയായിരിക്കണമെന്നും ഈ നിയമപ്രകാരം പറയുന്നു. ഓക്കെ, മറ്റ് 4 അംഗങ്ങൾ, ഈ പ്രസിഡൻ്റൊന്നും അല്ലാത്ത മറ്റ് 4 അംഗങ്ങൾ, ഒരാൾ സ്ത്രീ ആയിരിക്കണം. സാമ്പത്തികം, ശാസ്ത്രം, നിയമം, വാണിജ്യം, പൊതുകാര്യങ്ങൾ, ഭരണം മുതലായവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവും പരിചയമുള്ളതും കഴിവും സത്യസന്ധതയുള്ളതുമായ വ്യക്തിയായിരിക്കണം. മറ്റ് 4 അംഗങ്ങളിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. കേന്ദ്ര സർക്കാർ ഈ നിയമനങ്ങൾ താഴെ പറയുന്നവർ ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയിൽ മാത്രം നടത്തണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നിയമനങ്ങൾ ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നടത്തേണ്ടത്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി കേന്ദ്ര ഗവൺമെൻറ്
നിയമകാര്യ വകുപ്പ് സെക്രട്ടറി, കേന്ദ്ര ഗവൺമെൻറ്റിലെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ സെക്രട്ടറി. അപ്പം ഇവരൊക്കെ വേണം. കേന്ദ്ര സർക്കാർ ഈ നിയമനങ്ങൾ, നേരത്തെ പറഞ്ഞ ആ നിയമനങ്ങൾ, പ്രസിഡൻറ്റും പിന്നെ അംഗങ്ങളുടെയൊക്കെ ആ ഒരു നിയമനങ്ങൾ താഴെ പറയുന്ന ഇവരുൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയിൽ മാത്രം നടത്തണമെന്ന് നിയമമുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി, കേന്ദ്ര ഗവൺമെൻറ് നിയമകാര്യ വകുപ്പ് സെക്രട്ടറി, കേന്ദ്ര ഗവൺമെൻറ്റിലെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ സെക്രട്ടറി എന്നിവരാണ്. നിലവിലെ CDRC പ്രസിഡന്റ് ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹിയാണ്. അമരേശ്വർ പ്രതാപ് സാഹി. ആദ്യത്തേത് V ബാലകൃഷ്ണ റെഡ്ഡി. നിലവിലെ CDRCയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹി. ആദ്യത്തേത് V ബാലകൃഷ്ണ റെഡ്ഡി. നിലവിലെ CDRCയുടെ പ്രസിഡന്റ് ജസ്റ്റിസ് അമരേശ്വർ പ്രതാപ് സാഹി. ആദ്യത്തേത് V ബാലകൃഷ്ണ റെഡ്ഡി. ദേശീയ കമ്മീഷൻ പ്രസിഡന്റിനെയും അതുപോലെ അംഗങ്ങളുടെയും കാലാവധി: പ്രസിഡന്റ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, മറ്റംഗങ്ങൾ 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. ഈ ദേശീയ കമ്മീഷൻ്റെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, മറ്റംഗങ്ങളാണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ദേശീയ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഓർക്കണം. ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42 നേരത്തെ നമ്മൾ പറഞ്ഞു. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 53 അപ്പോൾ സംസ്ഥാനം എത്രയാണ്? 42. സംസ്ഥാനം 42, ദേശീയം 53. സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42. 47 വകുപ്പ് പ്രകാരം സംസ്ഥാന കമ്മീഷന് മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടുതലും 2 കോടി രൂപയിൽ താഴെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും ജില്ലാ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും അധികാരമുണ്ട്. നേരത്തെ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 1 കോടി മുതൽ 10 കോടി വരെയായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം അത് മാറ്റി 47 വകുപ്പ് പ്രകാരം സംസ്ഥാന കമ്മീഷന് മൂല്യം 50 ലക്ഷം രൂപയിൽ കൂടുതലും 2 കോടി രൂപയിൽ താഴെയുമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും ജില്ലാ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും അധികാരമുണ്ട്. അപ്പോൾ 50 ലക്ഷം രൂപയിൽ കൂടുതലും 2 കോടി രൂപയിൽ താഴെയുമുള്ള സേവനങ്ങൾക്ക് ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികളാണ് സംസ്ഥാന കമ്മീഷൻ പരിഗണിക്കുന്നത്. അതുപോലെ ജില്ലാ കമ്മീഷനെതിരെയുള്ള പരാതികളും സംസ്ഥാന കമ്മീഷൻ പരിഗണിക്കുന്നു. ഏത് വകുപ്പ് പ്രകാരം? 47 വകുപ്പ് പ്രകാരമാണെന്ന് ഓർക്കുക. സംസ്ഥാന കമ്മീഷനെ അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാനായി ആവശ്യമായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. സംസ്ഥാന കമ്മീഷൻ്റെ പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരാം, തെറ്റിച്ചൊക്കെ. അതാത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കണം ഈ നിയമനം നടത്തേണ്ടത്. മറ്റേത് സുപ്രീം കോടതി, ഇവിടെ ഹൈക്കോടതി. അപ്പോൾ അതാത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കണം ഈ നിയമനം നടത്തേണ്ടത്. മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. കഴിവും സത്യസന്ധതയും സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം, പൊതുകാര്യങ്ങൾ, ഭരണം മുതലായവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവും ഉള്ളവരായിരിക്കണം മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. ഓക്കെ. നിലവിലെ കേരള സംസ്ഥാന CDRC പ്രസിഡന്റ് ജസ്റ്റിസ് K സുരേന്ദ്രമോഹനാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ നിലവിലെ പ്രസിഡന്റ് K സുരേന്ദ്രമോഹൻ, ആസ്ഥാനം തിരുവനന്തപുരമാണെന്നും ഓർത്തിരിക്കുക. നിലവിലെ പ്രസിഡന്റ് സുരേന്ദ്രമോഹൻ. അതാത് സംസ്ഥാന സർക്കാർ ഈ നിയമനങ്ങൾ താഴെ പറയുന്നവർ ഉൾപ്പെടുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയുടെ കൂടിയാലോചനയ്ക്കും ശുപാർശയ്ക്കും ശേഷം മാത്രം നിർബന്ധമായും നടത്താവും. അപ്പം നിയമനങ്ങൾ നടത്താൻ വേണ്ടുന്ന സെലക്ഷൻ കമ്മിറ്റി, മറ്റടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന നിയമ വകുപ്പ് സെക്രട്ടറി, അതാത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി. ഇത്രയും പേര് വേണം. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന നിയമ വകുപ്പ് സെക്രട്ടറി, അതാത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി. ഓക്കെ. ഇനി ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ജില്ലാ കമ്മീഷൻ്റെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 34 ഓർക്കുക. സെക്ഷൻ 34 ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ അധികാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട
സെക്ഷൻ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. ജില്ലാ കമ്മീഷൻ അധികാരവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 34. 34-ാം വകുപ്പ് പ്രകാരം ജില്ലാ കമ്മീഷന് 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിന് അധികാരമുണ്ട്. നേരത്തെ 1 കോടി വരെയായിരുന്നു. അപ്പം 34-ാം വകുപ്പ് പ്രകാരം ജില്ലാ കമ്മീഷന് 50 ലക്ഷം, ഓർത്തോണം, 50 ലക്ഷം രൂപ വരെയുള്ള മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിന് അധികാരമുണ്ട്. അപ്പോൾ ജില്ലാ കമ്മീഷൻ 50 തീർന്നു. അപ്പോൾ 50 മുതൽ മറ്റേ കോടി വരെ സംസ്ഥാനം, അതിനുശേഷം കേന്ദ്രം വരും. അതൊക്കെ ഓർത്തോണം കേട്ടോ, കമ്പയർ ചെയ്ത് പഠിച്ചോണം. 14 വകുപ്പ് പ്രകാരം ജില്ലാ കമ്മീഷന് 50 ലക്ഷം രൂപ വരെയുള്ള മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കുമെതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിന് അധികാരമുണ്ട്. ജില്ലാ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം പ്രസിഡന്റ്. ജില്ലാ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം പ്രസിഡന്റ്. മറ്റ് 2 അംഗങ്ങളിൽ ഒരാൾ സ്ത്രീയായിരിക്കണം. അതുപോലെ തന്നെ കഴിവും സത്യസന്ധതയുള്ളതും സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അറിവും പരിചയമുള്ളവരുമായിരിക്കണം മറ്റ് 2 അംഗങ്ങൾ. ഒരാൾ സ്ത്രീ ആയിരിക്കണമെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജില്ലാ കമ്മീഷൻ, സംസ്ഥാന കമ്മീഷൻ, കേന്ദ്ര കമ്മീഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തോണം. ഇനി നമ്മൾ അപ്പീലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 47(3) ഒരു ജില്ലാ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ സംസ്ഥാന കമ്മീഷൻ കേൾക്കും എന്ന് പറയുന്ന സെക്ഷനാണ് 47(3). സംസ്ഥാന കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷന് സമർപ്പിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 51. അപ്പം 47(3) ഒരു ജില്ലാ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ സംസ്ഥാന കമ്മീഷൻ കേൾക്കുമെന്ന് പറയുന്ന സെക്ഷൻ 47(3). സംസ്ഥാന കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷനിൽ സമർപ്പിക്കുന്നത് സെക്ഷൻ 51. അന്തിമ അപ്പീൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിന് 67-ാം വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. അന്തിമ അപ്പീൽ സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കേണ്ടത്. അത് 67-ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഒരു ജില്ലാ കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ സംസ്ഥാന കമ്മീഷൻ കേൾക്കുമെന്ന് പറയുന്നത് 47(3). സംസ്ഥാന കമ്മീഷൻ്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷനിൽ സമർപ്പിക്കുന്നതിനുള്ള സെക്ഷൻ 51. അന്തിമ അപ്പീൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷൻ 67 ആണെന്നും ഓർത്തിരിക്കുക. ഉപഭോക്താവും സേവനദാതാവ് അല്ലെങ്കിൽ നിർമ്മാതാവും തമ്മിലുള്ള കരാറിൻ്റെ ഏതെങ്കിലും ഫലപ്രദമല്ലാത്തതും അസാധുവായതുമായ നിബന്ധനകൾ അന്യായമായി കണക്കാക്കുന്നതിന് സംസ്ഥാന കമ്മീഷനെയും ദേശീയ കമ്മീഷനെയും അധികാരപ്പെടുത്തുന്നു. 1986 നിയമത്തിൽ ഈ അധികാരം വ്യവസ്ഥ ചെയ്തിരുന്നില്ല. ജസ്റ്റ് ആ പോയിന്റ് ഓർത്തിരിക്കുക. ഉപഭോക്താവും സേവനദാതാവും തമ്മിലുള്ള കരാറിൻ്റെ ഏതെങ്കിലും ഫലപ്രദമല്ലാത്തതും അസാധുവായതുമായ നിബന്ധനകൾ അന്യായമായി കണക്കാക്കുന്നതിന് സംസ്ഥാന കമ്മീഷനെയും ദേശീയ കമ്മീഷനെയും അധികാരപ്പെടുത്തുന്നു. 1986 നിയമത്തിൽ ഇതില്ലായിരുന്നു. ഓക്കെ, ഇനി സെക്ഷൻ 10 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി CCPA, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 10 വിപുലമായ അധികാരമുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കാൻ 2019 നിയമം നിർദ്ദേശിക്കുന്നു. ചാപ്റ്റർ 3. അപ്പോൾ വിപുലമായ അധികാരമുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി CCPA സ്ഥാപിക്കാൻ 2019 നിയമം നിർദ്ദേശിക്കുന്നു. സെക്ഷൻ 10 ചാപ്റ്റർ 3. ഉപഭോക്തൃ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര രീതികൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ CCPA രൂപീകരിച്ചു എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെക്ഷൻ 10 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. വിപുലമായ അധികാരമുള്ള കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കാൻ 2019 നിയമം നിർദ്ദേശിക്കുന്നു. ചാപ്റ്റർ 3 ഉപഭോക്തൃ അവകാശ ലംഘനം, അന്യായമായ വ്യാപാര രീതികൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമൊക്കെയായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCPA രൂപീകരിച്ചു. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിൽ വന്നത് 2020 ജൂലൈ 24. 2020 ജൂലൈ 24 CCPA നിലവിൽ വന്നത്. 2020 ജൂലൈ 24 അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഉത്തരവ് കൈപ്പറ്റി 30 ദിവസത്തിനകം പരാതിക്കാരന് ദേശീയ കമ്മീഷൻ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ് എന്നും ഈ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കുക. അതോറിറ്റിയുടെ ഉത്തരവിനെതിരെ ഉത്തരവ് കൈപ്പറ്റി 30 ദിവസത്തിനകം പരാതിക്കാരന് ദേശീയ കമ്മീഷൻ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. ചുമതലകൾ
അന്യായമായ വ്യാപാരം തടയുക, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക. ഇതൊക്കെ CCPAയുടെ ചുമതലകളാണ്. അന്യായമായ വ്യാപാരം തടയുക, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക. CCPAയുടെ പ്രവർത്തനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സ്വമേധയാ അല്ലെങ്കിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, ഉചിതമായ ഫോറം മുമ്പാകെ പരാതി ഫയൽ ചെയ്യുക. മനസ്സിലാക്കി പോയാൽ മതി. അതോറിറ്റിക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന പക്ഷം ഹാനികരമായ ചരക്കുകൾ തിരിച്ചു വിളിക്കുന്നതിനോ അല്ലെങ്കിൽ സേവനം പിൻവലിക്കുന്നതിനോ ഉത്തരവ് നൽകുക. തിരിച്ചു വിളിച്ച ചരക്കുകൾക്ക് നൽകിയ വില ഉപഭോക്താവിന് തിരികെ നൽകുക. അന്യായമായ വ്യാപാര രീതികൾ നടത്തുവാൻ നടപടി സ്വീകരിക്കുക. ഓക്കെ, അന്യായമായ വ്യാപാര രീതികൾ നിർത്തുവാൻ നടപടി സ്വീകരിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം ആ ഒരു സെൻറ്റൻസ്. അതോറിറ്റിക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന പക്ഷം ഹാനികരമായ ചരക്കുകൾ തിരിച്ചു വിളിക്കുന്നതിനോ അല്ലെങ്കിൽ സേവനങ്ങൾ പിൻവലിക്കുന്നതിനോ ഉത്തരവ് നൽകുക. തിരിച്ചു വിളിച്ച ചരക്കുകൾക്ക് നൽകിയ വില ഉപഭോക്താവിന് തിരികെ നൽകുക. അന്യായമായ വ്യാപാര രീതികൾ നിർത്തുവാൻ നടപടി സ്വീകരിക്കുക. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യം നിർത്തലാക്കാനോ അല്ലെങ്കിൽ പരിഷ്കരിക്കാനോ ബന്ധപ്പെട്ട വ്യാപാരി അല്ലെങ്കിൽ പരസ്യദാതാവ് എന്നിവർക്ക് നിർദ്ദേശങ്ങൾ നൽകുക. ഇതൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അക്കൂട്ടത്തിൽ പിഴ ചുമത്തുക, സുരക്ഷിതമല്ലാത്ത ചരക്കുകൾക്കും സേവനങ്ങൾക്കുമെതിരെ ഉപഭോക്താക്കൾക്ക് സുരക്ഷാ അറിയിപ്പുകൾ നൽകുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും പ്രോത്സാഹനം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ ഇവരുടെ ഉത്തരവാദിത്തങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. നമുക്ക് ചോദ്യം ഒന്ന് വളഞ്ഞൂറ്റി വന്നാൽ ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ്. ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് നെറ്റ്വർക്കിങ്ങിലൂടെയുള്ള ഏതെങ്കിലും സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെയോ വാങ്ങലും വിൽപ്പനയും ഇ-കൊമേഴ്സിൽ ഉൾപ്പെടുന്നു. എന്താണ് ഇ-കൊമേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആയിട്ട് വന്ന് ഓർത്താൽ മതി. ഇനി പരാതികളുടെ ഫയലിംഗ്. ഉപഭോക്താവിൻ്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഉള്ള അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിലൂടെ പരാതി നൽകാൻ 2019 നിയമത്തിലൂടെ സാധിക്കുന്നു. ഉപഭോക്താവിൻ്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഉള്ള അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിലൂടെ പരാതി നൽകാൻ 2019 നിയമത്തിലൂടെ സാധിക്കുന്നു. മുൻപ് സാധനം വാങ്ങിയ സ്ഥലത്ത് അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ്റെ ഓഫീസ് വിലാസം ഉള്ളിടത്ത് പരാതി നൽകണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉപഭോക്താവിൻ്റെ താമസ സ്ഥലത്തോ ജോലി സ്ഥലത്തോ ഉള്ള അധികാര പരിധിയിലുള്ള ഉപഭോക്തൃ ഫോറത്തിലൂടെ പരാതി നൽകാൻ ഈ നിയമം വഴി സാധിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് രീതിയിൽ പരാതികൾ നൽകാനും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കക്ഷികളെ കേൾക്കാനും പരിശോധിക്കുവാനും ഇത് വഴിയാക്കുന്നു. ഇനി സെക്ഷൻ 234 ഉൽപ്പന്ന ബാധ്യതയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. സെക്ഷൻ 234 സെക്ഷൻ 234 സെക്ഷൻ 234 ഒരു ഉൽപ്പന്നത്തിൻ്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട ഹാനിയിൽ ഉൾപ്പെടുന്നത് വ്യക്തിപരമായ പരിക്ക്, രോഗം, മരണം, ഉൽപ്പന്നം ഒഴികെയുള്ള ഏതെങ്കിലും വസ്തുവിന് കേടുപാട് സംഭവിച്ചാൽ, പിന്നെ അതുപോലെ മാനസിക വേദന, വൈകാരിക ക്ലേശം ഉണ്ടായാൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ട ഹാനിയിൽ ഉൾപ്പെടുന്നതാണ്. വ്യക്തിപരമായ പരിക്ക്, രോഗം, മരണം, ഉൽപ്പന്നം ഒഴികെയുള്ള ഏതെങ്കിലും വസ്തുവിന് കേടുപാട് സംഭവിച്ചാൽ അത്, മാനസിക വേദന, വൈകാരിക ക്ലേശമുണ്ടായാൽ അത്, ഇതൊക്കെ ഈ ഒരു ഹാനിയിൽ ഉൾപ്പെടുന്നതാണ്. 2019 നിയമം ഉൽപ്പന്ന ബാധ്യത എന്ന പുതിയ ആശയം അവതരിപ്പിക്കുകയും നഷ്ടപരിഹാരത്തിനുള്ള ഏത് ക്ലെയിമിനും ഉൽപ്പന്ന നിർമ്മാതാവ്, ഉൽപ്പന്ന സേവനദാതാവ്, ഉൽപ്പന്ന വിൽപ്പനക്കാരൻ എന്നിവരെ അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഒരു പോയിൻ്റ് ഓർത്തണം. ഇതൊക്കെ ചോദിക്കാം. നിർമ്മാതാവോ സേവനദാതാവോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യം നൽകുന്നത് 10 ലക്ഷം രൂപ വരെ പിഴയും 2 വർഷം വരെ ജയിൽവാസവും രണ്ടും കൂടിയോ ലഭിക്കുന്ന കുറ്റമാണ്. നിർമ്മാതാവോ സേവനദാതാവോ തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളതോ ആയ പരസ്യം നൽകുന്നതിന്, തെറ്റായ പരസ്യം നൽകിയാൽ 10 ലക്ഷം രൂപ വരെ പിഴയും 2 വർഷം വരെ ജയിൽവാസവും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് മനസ്സിലാക്കുക. 10 ലക്ഷം വരെ പിഴ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 2 വർഷം വരെ ജയിൽ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഇനി കുറ്റങ്ങളും പിഴകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷയാണ് 88 പറയുന്നത്. 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ചുമത്താം. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുള്ള ശിക്ഷ സെക്ഷൻ 88 പറയുന്നു. 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ സെക്ഷൻ 89 പറയുന്നു. സെക്ഷൻ 89
89 തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ സെക്ഷൻ 89 അതെന്ന് പറയുന്നത് 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും, കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 9 ലക്ഷം രൂപ വരെ പിഴയും. തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കുള്ള ശിക്ഷ 89-ൽ 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും, ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 9 ലക്ഷം രൂപ വരെ പിഴയും. മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം, സംരക്ഷണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് 90-ൽ പറയുന്നത്. മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം, സംരക്ഷണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 90. ഉപഭോക്താവിന് അപകടമുണ്ടായില്ലെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഉപഭോക്താവിന് ഗുരുതരമല്ലാത്ത അപകടമുണ്ടായാൽ 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും. ഉപഭോക്താവിന് ഗുരുതരമായി ഹാനിയുണ്ടായാൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും. കുറ്റം തെളിഞ്ഞാൽ കോടതിക്ക് ആ വ്യക്തിയുടെ ലൈസൻസ് 2 വർഷം വരെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. തുടർന്നും കുറ്റം ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും. അപ്പം മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണം, സംരക്ഷണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് സെക്ഷൻ 90. മായം കലരാത്ത ഉൽപ്പന്നമൊക്കെ കഴിച്ചാൽ നമുക്കൊരു 90 വയസ്സ് വരെ ജീവിച്ചിരിക്കാമെന്ന് ഓർത്താൽ 90 മായം കലർന്ന ഉൽപ്പന്നം ആ ഒരു പോയിന്റ് കണക്ട് ചെയ്യാമല്ലോ. പിന്നെ ഈ ഒരു എന്താ പറയുക തടവുകളിൻ്റെ കാലാവധി സംഭവം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഉപഭോക്താവിന് അപകടം ഉണ്ടായില്ലെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. ഗുരുതരമല്ലാത്ത അപകടമാണെങ്കിൽ 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും. ഗുരുതരമായി ഹാനി ഉണ്ടായാൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ചുമത്തുമെന്ന് അറിഞ്ഞിരിക്കുക. കുറ്റം തെളിഞ്ഞാൽ കോടതിക്ക് ആ വ്യക്തിയുടെ ലൈസൻസ് 2 വർഷം വരെ സസ്പെൻഡ് ചെയ്യാം. തുടർന്നും ആവർത്തിച്ചാൽ റദ്ദാക്കാനൊക്കെയുള്ള അധികാരവുമുണ്ടെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വ്യാജ വസ്തുക്കളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് 91-ൽ പറയുന്നത്. വ്യാജവസ്തുക്കളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന അല്ലെങ്കിൽ ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണ് 91-ൽ പറയുന്നത്. ന്യായമായ കാരണങ്ങളില്ലാതെ ഡയറക്ടർ ജനറലോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അനാവശ്യ തിരച്ചിലുകൾ നടത്തുകയോ രേഖകൾ പിടിച്ചെടുക്കുകയോ ചെയ്താലുള്ള ശിക്ഷ 93-ൽ പറയുന്നു. 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ന്യായമായ കാരണങ്ങളില്ലാതെ ഡയറക്ടർ ജനറലോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അനാവശ്യ തിരച്ചിലുകൾ നടത്തുകയോ രേഖകൾ പിടിച്ചെടുക്കുകയോ ചെയ്താലുള്ള ശിക്ഷ 93-ലാണ് പറയുന്നത്. ന്യായമായ കാരണമില്ലാതെ രേഖ പിടിച്ചെടുത്താൽ 93-ലുള്ള ശിക്ഷ അതെന്ന് പറയുന്നത് 1 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇനി CDRC ഫീസ് ഘടന എന്ന് പറഞ്ഞ ഒരു ചിത്രം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എന്താ പറയുക ലിമിറ്റിൻ്റെയും ഫീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. 5 ലക്ഷം രൂപ വരെയുള്ളതിന് ഫീസില്ല. 5 മുതൽ 10 വരെ 200 രൂപ, 10 മുതൽ 20 വരെ 400, 20 മുതൽ 50 വരെ 1000, 50 മുതൽ 1 കോടി വരെ 2000, 1 കോടി മുതൽ 2 കോടി വരെ 2500, 2 മുതൽ 4 വരെ 3000, 4 മുതൽ 6 വരെ 4000, 6 മുതൽ 8 വരെ 5000, 8 മുതൽ 10 വരെ 6000, 10 കോടിക്ക് മുകളിൽ 7500. ഇതൊക്കെ നിങ്ങളൊന്ന് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച് നോട്ട് ചെയ്ത് പൊക്കോണം. അതുപോലെ കുറ്റങ്ങളും ശിക്ഷകളും ഡീറ്റെയിൽ ആയിട്ട് ഒരു ടേബിളായിട്ട് നമ്മൾ നോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകണം. അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ആ ഒരു കുറ്റങ്ങളും ശിക്ഷകളും ഏതൊക്കെയാണ് എന്നുള്ളത് ഈ നേരത്തെ പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 90-ലെയും 91-ലെയും 89-ലെയും 88-ലെയും 72-ലെയും എല്ലാം ഇതെല്ലാം വായിച്ചേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു സംഭവമില്ല, ഭിത്തിയിലൊക്കെ എഴുതി വെച്ചുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ ഭിത്തിയിലൊക്കെ ഇതൊന്ന് ഒട്ടിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഒരു ദിവസം ഒരെണ്ണം വെച്ച് നോക്കിയാൽ പോലും ഒരു എന്താ പറയുക 10-20 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നോക്കി പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിലേക്ക് കയറിക്കൊള്ളും. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. നമ്മൾ വായിച്ച് വിട്ടാലും ചുമ്മാ വായിച്ച് വിട്ടാലും അതിൻ്റെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വായിച്ച് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. വായിച്ച് പഠിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ വായിച്ച് തന്നെ പഠിക്കണം. എല്ലാ സെക്ഷനുകളും വായിച്ച് പഠിക്കേണ്ടതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്ഷനുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്ത് വായിച്ചാലേ ഉള്ളൂ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തോണം. ഓക്കെ. സെക്ഷൻ 2(9) കൺസ്യൂമേഴ്സിൻ്റെ അവകാശം, റൈറ്റ് ടു കൺസ്യൂമേഴ്സ്, ഉപഭോക്താവിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. സെക്ഷൻ 2(9) സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റീട്രസൽ, അതുപോലെ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇതെല്ലാം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കപ്പെടാനുള്ള അവകാശം,
തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത്രയും ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ, റൈറ്റ് ടു കൺസ്യൂമർ സെക്ഷൻ 2(9) പറയുന്നത്. 6 ഇവിടെ പറഞ്ഞു. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കപ്പെടാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ജാഗൃതി എന്നൊരു ചിഹ്നം ഓർത്തിരുന്നോണം. ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫെയർസ്, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയർസ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ പുറത്തിറക്കിയ ചിഹ്നമാണ് ജാഗൃതി എന്നോർത്തിരിക്കുക. ജാഗൃതി ഉപഭോക്താക്കളെ ശാക്തീകരിക്കാനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടി പുറത്തിറക്കിയ ഒരു ചിഹ്നമാണ് ജാഗൃതി. 17-ാം മന്ത്രിസഭയിലെ നിലവിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി GR അനിലാണെന്നും ഓർത്തിരിക്കുക. 17-ാം മന്ത്രിസഭയിലെ നിലവിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ. ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വകുപ്പുകളും സ്ഥാപനങ്ങളും. ലീഗൽ മെട്രോളജി വകുപ്പ് അളവുതൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി വകുപ്പ് അളവുതൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപ്പാദനം, വിതരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുവിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യവസ്തുവിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ലീഗൽ മെട്രോളജി അളവുതൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റിയിലും ഇത് മാറിപ്പോകരുത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപ്പാദനം, വിതരണം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുവിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഇനി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്താണ്? മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഔഷധ വില നിയന്ത്രിക്കുന്നു. നിയന്ത്രണ കമ്മിറ്റി വില നിയന്ത്രിക്കുന്നു. കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും. അത് ഓർത്തോണം. സാധന വിൽപ്പന നിയമം 1930 പരിധിയിലാണ്. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഇതിൻ്റെ പരിധിയിലാണ് പെടുന്നത്. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമമാണ് കാർഷികോൽപ്പന്ന നിയമം 1937. കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്ന നിയമം. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് ആവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അവശ്യ സാധന നിയമം 1955. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കലിലുമുള്ള കളവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, കബളിപ്പിക്കൽ പരിഹരിക്കുന്നതിന് വേണ്ടി അളവ് തൂക്ക നിലവാര നിയമം 1976. ഇവിടെ കുറേ ചിഹ്നങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചിഹ്നങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം കൊടുത്തേക്കുന്ന ISI മുദ്ര. എന്താണ് ISI മുദ്ര എന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കാണുമല്ലോ. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. ഇന്ത്യ ഉൾപ്പെടെ 120 രാജ്യങ്ങളിൽ ISI മുദ്രയുണ്ട്. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാം. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അഥവാ BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. ഇന്ത്യ ഉൾപ്പെടെ 120 രാജ്യങ്ങളിൽ ISI മുദ്രയുണ്ട്. വൈദ്യുത ഉപകരണങ്ങൾ, സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ ഈ ചിഹ്നം കാണാൻ സാധിക്കും. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് FPO. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് FPO. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നത് FPO. ഫുഡ് പ്രൊഡക്ട്സ് ഓർഡറിൻ്റെ ചുരുക്കപ്പേരാണ് FPO. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഈ ചിഹ്നം അന്തർദേശീയമായി, ഇവിടെ കൊടുത്തേക്കുന്ന C എന്ന് പറഞ്ഞ ഈ ഒരു ചിഹ്നം അന്തർദേശീയമായി ഉപയോഗിക്കുന്നു. ചിഹ്നമൊക്കെ നോർത്തിരുന്നോണം. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നത് BIS എന്ന് പറയുന്ന ആ ഒരു ചിഹ്നമാണ്. BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾക്ക്. BIS ഹോൾമാർക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ.
സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയാൻ ഈ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നു. അവിടെ കൊടുത്തേക്കുന്ന വെജ് നോൺ വെജ് ചിഹ്നങ്ങളൊന്ന് നോട്ട് ചെയ്യുക. സസ്യേതര ആഹാരങ്ങൾ. അതുപോലെ കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് അക്മാർക്ക് എന്ന ചിഹ്നവും ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. അക്മാർക്ക് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട ചിഹ്നം. ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് സുപ്രധാന നിയമങ്ങളിൽ നിന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തേക്കുന്നത്. ബാക്കി കുറച്ച് ടോപ്പിക്കുകളുടെയുണ്ട്. അത് ഇന്നും നാളെയും ഒരു 2 ദിവസം കൊണ്ട്, ഒരു 3 മാക്സിമം ഒരു 4 ദിവസം കൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്കുകൾ മുഴുവനായിട്ട് അങ്ങ് പഠിച്ച് തീർക്കുക. ശ്രമിച്ചാൽ തീർക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് തീർക്കുക. അല്ലാത്തവർ നമ്മുടെ കോഴ്സ് വാങ്ങിച്ച് LDC കോഴ്സിൽ നിന്ന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. കോഴ്സ് വാങ്ങിച്ച് അതിലെ കണ്ടൻറ്റ് വെച്ച് വീഡിയോ ക്ലാസ്സും അവർ നോട്ട്സും വെച്ച് പക്കായിട്ട് ആ കണ്ടൻറ്റ് അങ്ങ് പഠിച്ച് തീർത്താൽ മതി. മുഴുവൻ മാർക്കും നിങ്ങൾക്ക് അങ്ങ് മേടിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താല്പര്യമുള്ള ഒരു കോഴ്സ് വാങ്ങുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.